ഹലോ, ഞാൻ തോമസ് ഊട്ടി. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ടൈപ്സ് ഓഫ് സെൻറ്റൻസസിലെ സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് ഈ 4 ടൈപ്പ് സെൻറ്റൻസുകളെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു ഭാഗം പഠിക്കുന്നതിന് മുൻപ് ആദ്യം തന്നെ അതിൽ നിന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അത് എപ്രകാരമായിരിക്കും? പലപ്പോഴും ഇത്തരം ഭാഗത്തിൽ നിന്ന് നമ്മൾ PSC പരീക്ഷയിൽ ഒരു ചോദ്യം കാണുന്നത് അതൊരു സെൻറ്റൻസ് തന്നിട്ട് അത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. തന്നിരിക്കുന്നതിൽ ഏതാണ് കോമ്പൗണ്ട് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾ, ഏതാണ് കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഈ 4 ടൈപ്പ് സെൻറ്റൻസുകളെ കുറിച്ച് നമ്മൾ പറയുകയാണ്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം നമുക്ക് എത്ര രീതിയിൽ നമുക്കത് ഓർത്തിരിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും, അത്തരം കാര്യങ്ങളാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ക്ലാസ് നമ്മൾ പഠിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഓരോ ടോപ്പിക്കിന് ശേഷവും അതിൻ്റെ ക്ലാസ് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ നമുക്കവിടെ പങ്കുവയ്ക്കാം. അത് പറ്റുന്ന രീതിയിൽ നമുക്ക് തീർത്ത് പഠിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ നമുക്ക് മറ്റൊന്ന് കൂടുതലായിട്ടൊന്നും പറയാനായിട്ടില്ല, ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു പേനയും പേപ്പറുമായിട്ടിരിക്കുക. നോട്ട് പറഞ്ഞു പോകുമ്പോൾ ഓരോ ഭാഗം പോകുമ്പോഴേക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ അത് കുറിച്ച് വെക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നോട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. നമുക്ക് തന്നിരിക്കുന്ന സിലബസ് നമ്മളൊന്ന് നോക്കുമ്പോൾ അവിടെ 2 രീതിയിൽ ഈ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന് നമുക്കറിയാം, നമുക്കെല്ലാവർക്കും നമ്മൾ കേട്ടിട്ടുള്ള പരിചയമുള്ള അസേർട്ടീവ്, ഇൻ്ററോഗേറ്റീവ്, ഇമ്പറേറ്റീവ്, എക്സ്ക്ലമേറ്ററി എന്ന് പറയുന്ന ആ ഒരു തിരിവ്. അതേപോലെ സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് ഈ 4 ടൈപ്പ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഞാൻ ഈ സെൻറ്റൻസുകളിലേക്ക് എത്തുന്നതിന് മുൻപ് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഓരോ സെൻറ്റൻസുകളും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് മറ്റു ചില കാര്യങ്ങൾ പറയുകയാണ്. ആദ്യം തന്നെ നമ്മൾ വെർബിനെ 2ആയി തിരിക്കാറുണ്ട്. വെർബിന് ഒരുപാട് തിരിവുകളുണ്ട്. നമ്മൾ പറയുമ്പോൾ പല രീതിയിൽ പല കാര്യങ്ങൾ ടെൻസ് പഠിക്കുകയും നമ്മളവിടെ പറയുന്നു വെർബിന് V1, V2, V3, വെർബിൻ്റെ പ്രസൻറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമ്മൾ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് പറയുമ്പോൾ അവിടെ നമ്മൾ കേട്ടിട്ടുണ്ട്. വെർബിനെ കുറിച്ച് പറയുമ്പോൾ ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ് വെർബുണ്ട്. എന്നാൽ ഇവിടെ ഞാൻ പറയുകയാണ് വെർബിന് ഫൈനൈറ്റ് എന്നും നോൺ ഫൈനൈറ്റ് എന്നും നമ്മൾ വെർബിനെ 2ആയിട്ട് നമ്മൾ തിരിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ഫൈനൈറ്റ് വെർബ്, എന്താണ് നോൺ ഫൈനൈറ്റ് വെർബ്? ഈ 2 കാര്യങ്ങൾ ഇവിടെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. ഒരു ഫൈനൈറ്റ് വെർബ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇത്രയും വിചാരിച്ചാൽ മതി. ഒരു വെർബ് ആ വെർബ് ടെൻസിനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, ടെൻസിനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതുമാത്രമല്ല ആ വെർബ് അതിനൊരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പം ചില ആളുകൾക്ക് മനസ്സിലായിട്ടില്ല വെർബിന് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അല്ലേ. അതായത് നമുക്കറിയാം ഒരു സെൻറ്റൻസ് നിങ്ങൾക്കൊരു സെൻറ്റൻസ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് ഏത് ടെൻസാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ആ സെൻറ്റൻസ് ഏത് ടെൻസാണെന്ന് പറയുന്നത് അതിലെ വെർബിൽ നോക്കിയിട്ടല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഒരു വെർബ് ഒരു ടെൻസിനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ. ഇനി 2, ടേക്സ് എ സബ്ജക്റ്റ്, ഒരു സബ്ജക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയയാണ്, പ്രവൃത്തിയാണ്, ആക്ഷൻ ഡിനോട്ടിങ് വേർഡാണ്, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അപ്പോൾ ഒരു വെർബ് ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ, ആ ക്രിയ ചെയ്യാൻ ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, അങ്ങനെ ആ പ്രവൃത്തി ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അതിന് സ്വന്തമായ ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, ഈ 2 കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിലാണ് ആ വെർബിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൈനൈറ്റ് വെർബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടെൻസിനെ സൂചിപ്പിക്കുന്നു, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ടെൻസിനെ സൂചിപ്പിക്കുന്നതായിരിക്കണം, സബ്ജക്റ്റ് എടുക്കുന്നതായിരിക്കണം, അതാണ് ഫൈനൈറ്റ് വെർബ്. ഓക്കെ, നമുക്ക് ഐ വാക്ക്ഡ് ഹോം ഈ സെൻറ്റൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വാക്ക്ഡ് എന്നതാണ് ഇവിടുത്തെ വെർബ് അല്ലേ. വാക്ക്ഡ് ഇതാണ് വെർബ്. അപ്പോൾ ഈ വെർബ് നോക്കുമ്പോൾ ആ വെർബ് നമ്മൾ നോക്കിയിട്ട് പറയുകയാണ് ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. വാക്ക്ഡ് എന്നത് പാസ്റ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ പറയും V2 വെർബാണ്. അതുകൊണ്ട് ടെൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അതേതാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ആ വെർബിൽ നോക്കിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ടെൻസ് ഏതാണെന്ന് പറഞ്ഞത്. ഇനി ഈ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? ഐ എന്നൊരു സബ്ജക്റ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ സബ്ജക്റ്റ് കൊണ്ട് ഇതാണ് വെർബ് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. വി സോ എ ഡിയർ, ഇവിടെ സോ എന്ന വെർബ് നോക്കി അത് V2 ആണ്. അവിടെ ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ ആരാണ് ഈ പ്രവൃത്തി ചെയ്യുന്ന ആരാണ്? വി എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, ടെൻസ് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വെർബുകളെ നമുക്ക് എന്ത് വിളിക്കാം? ഫൈനൈറ്റ് വെർബ് എന്ന് വിളിക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു വെർബിനെ 2ആയി തിരിച്ചു, ഫൈനൈറ്റ് എന്നും നോൺ ഫൈനൈറ്റ് എന്നും. അപ്പോൾ ഇതിലെ ഫൈനൈറ്റ് വെർബ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ 2 കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ മതി. ഏതൊക്കെ? ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്.
ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. സാധാരണ രീതിയിൽ ഒരു വെർബിൽ നോക്കിയിട്ടാണ് നമ്മൾ ടെൻസ് പറയുന്നത്. അപ്പോൾ കണ്ടാൽ വെർബൊക്കെയാണ്, ഈ വെർബ് നമുക്ക് ടെൻസിനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഫൈനൈറ്റ് വെർബാണ് അല്ലേ. ടെൻസ് സബ്ജക്റ്റ്. നേരെ ഇപ്പുറത്തേക്ക് വന്നേ. അപ്പോൾ നോൺ ഫൈനൈറ്റ് എന്താ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചേ. കാണുമ്പോൾ ഒരു വെർബിനെ പോലെ ഇരിക്കും, കാഴ്ചയിൽ ഒരു വെർബിനെ പോലെ തോന്നിക്കും, എന്നാൽ എന്താ? ടെൻസ് സൂചിപ്പിക്കുന്നില്ല. നോ ടെൻസ് ഇല്ല. പിന്നെയോ അതിന് സബ്ജക്റ്റ് ഉണ്ടോ? സബ്ജക്റ്റും ഇല്ല. ഓക്കെ, അപ്പോൾ കണ്ടാൽ ഒരു വെർബിൻ്റെ രൂപമാണ്. കാണുമ്പോൾ നമുക്ക് ഒരു സംശയം പെട്ടെന്ന് തോന്നുമ്പോൾ ഒരു വെർബായി നമുക്ക് തോന്നാം. പക്ഷേ എന്താണ്, നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാഴ്ചയിൽ വെർബിനെ പോലെയാ. പക്ഷേ എന്താ? വെർബിൻ്റെ ഗുണമൊന്നും കാണിക്കുന്നില്ല. ടെൻസ് ഇല്ല, ടെൻസ് എടുക്കുന്നില്ല, ടെൻസിനെ സൂചിപ്പിക്കുന്നില്ല, സബ്ജക്റ്റ് ഇല്ല. ഈ രണ്ട് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിലേക്ക് നോക്കുക. ഐ സോ എ ഡിയർ റൺ അക്രോസ് ദ റോഡ്. ഐ സോ എ ഡിയർ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വെർബ് കാണാം. ഒന്ന് സോ എന്നൊരു വെർബുണ്ട്, വീണ്ടും മുന്നോട്ട് നോക്കുമ്പോൾ റൺ എന്നൊരു വെർബുണ്ട് അല്ലേ. ഐ സോ എ ഡിയർ, ഈ സോ എന്ന വെർബാണ് ഇവിടെ നമുക്ക് ഏത് ടെൻസിനെ സൂചിപ്പിക്കുന്നത്. ഈ സോ എന്ന വെർബിനൊരു സബ്ജക്റ്റ് ഉണ്ട്, അതുകൊണ്ട് സോ എന്ന വെർബ് ഞാൻ പറയുന്നു ഒരു ഫൈനൈറ്റ് വെർബാണ്. ഫൈനൈറ്റ് വെർബാണ്. അതേസമയം റൺ എന്ന വെർബ്, അത് കണ്ടാൽ നമുക്കറിയാം ഒരു വെർബിൻ്റെ ഫോമാണ്, വെർബാണ്. പക്ഷേ ഈ സെൻറ്റൻസിൽ അതെന്താണ്? അതിന് ടെൻസ് അല്ല, സബ്ജക്റ്റ് ഇല്ല. ക്ലിയർ ആണോ? അതുകൊണ്ട് ഞാനത് പറയുകയാണത് എന്താണ്? അത് നോൺ ഫൈനൈറ്റ് ആണ്. വി വാണ്ട് ദീപക് ടു ആക്ട് ആസ് ക്ലബ് സെക്രട്ടറി. വീണ്ടും ആ സെൻറ്റൻസ് നോക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് രണ്ട് വെർബുകൾ വരുന്നുണ്ട്. ഒന്ന് വാണ്ട്, രണ്ട് ടു ആക്ട് എന്നത്. അപ്പോൾ ഇവിടെ ഈ വാണ്ട് എന്ന വെർബ് എന്താണ്? വാണ്ട് എന്നുള്ള വെർബ് അത് കണ്ടപ്പോൾ മനസ്സിലായി അതൊരു V1 വെർബാണ്. അത് ടെൻസിനെ സൂചിപ്പിക്കുന്ന വെർബാണ്. അതിനൊരു സബ്ജക്റ്റ് ഉണ്ട്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ടു ആക്ട് എന്നത് ഒരു വെർബിൻ്റെ ഫോമായി നമുക്ക് തോന്നാം. അതിന് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ഇല്ല, ടെൻസും ഇല്ല, സബ്ജക്റ്റും ഇല്ല. ഓക്കെ, ഒരു വെർബിൻ്റെ ഫംഗ്ഷൻ അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് അതെന്താണ്? നോൺ ഫൈനൈറ്റ് വെർബാണ്. അപ്പോൾ ഒരു സെൻറ്റൻസ് തരുമ്പോൾ അതിലെ ഫൈനൈറ്റ് വെർബിനെയും നോൺ ഫൈനൈറ്റ് വെർബിനെയും കണ്ടാൽ തിരിച്ചറിയാനും എല്ലാവർക്കും പറ്റുമല്ലോ. ഇങ്ങനെ വിചാരിച്ചേ, വെർബിനെ പോലെ തോന്നും, എന്നാൽ വെർബിൻ്റെ ഗുണങ്ങൾ കാണിക്കുന്നില്ല. അതാണ് ഏത്? നോൺ ഫൈനൈറ്റ് വെർബ്. ഇനി നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നോൺ ഫൈനൈറ്റ് വെർബുകളെ നമുക്ക് മൂന്നായി തിരിക്കാം. നോൺ ഫൈനൈറ്റ് വെർബിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുകയാണ്. ആ മൂന്ന് തിരിവുകളെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നോൺ ഫൈനൈറ്റ് വെർബിനെ മൂന്നായി നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നോൺ ഫൈനൈറ്റ് വെർബിൻ്റെ മൂന്ന് തിരിവുകളിൽ. ഒന്ന് ഇൻഫിനിറ്റീവ്, രണ്ട് ജെറണ്ട്, മൂന്ന് പാർട്ടിസിപ്പിൾ. പ്രധാനമായിട്ട് നമ്മൾ മൂന്നായി തിരിച്ചു. ഏതൊക്കെയാണ്? ഇൻഫിനിറ്റീവ്, ജെറണ്ട്, പാർട്ടിസിപ്പിൾ. ഒരു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ നോർമലി ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് രണ്ട് കാര്യങ്ങൾ വരണം. ഇൻഫിനിറ്റീവ് രണ്ട് രീതിയിലുണ്ട്. അതായത് ചില ഒരു വെർബിനോട് കൂടി ടു ചേർന്ന് വരുന്നത്, ടു എന്ന വാക്ക് ചേർന്ന് വരുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ടു ലവ് എന്നത് ഒരു ഇൻഫിനിറ്റീവാണ്, ടു ലവ്. അതേപോലെ ടു ഇല്ല, ലവ് മാത്രം ഉണ്ടെങ്കിൽ അതും ഇൻഫിനിറ്റീവാണ്. അപ്പോൾ ഇൻഫിനിറ്റീവ് രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് ടു ഉള്ളതും ടു ഇല്ലാത്തതും. ടു ഉള്ളതിനെ തൽക്കാലം നമുക്ക് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങ് വിളിക്കാമല്ലോ, ടു ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കുകയാണ്. ടു ഉള്ളതാണെങ്കിൽ ടു ഇൻഫിനിറ്റീവ്. ടു ഇല്ലാത്തതിനെ സീറോ ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കാം. സീറോ ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കാം. ബെയർ എന്ന് പറഞ്ഞാൽ അറിയാം, നേക്കഡ്, ഒന്നും ഇല്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ സീറോ ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് നമുക്ക് രണ്ടായിട്ട് ഇൻഫിനിറ്റീവിനെ തിരിക്കാം. ടു ഉള്ളത് ടു ഇൻഫിനിറ്റീവ്, ടു കം, ടു ഗോ, ടു മേക്ക്, ടു റൈറ്റ്, ടു ടീച്ച്. ഓക്കെ, ആ ടു ഇല്ലാത്തതാണ് ഇത് ബെയർ ഇൻഫിനിറ്റീവ്. അപ്പോൾ ഇൻഫിനിറ്റീവ് ഈ രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അടുത്തത് ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നു. ജെറണ്ട് എന്ന് പറഞ്ഞാൽ വെർബിനോട് കൂടി ING ചേർക്കുമ്പോഴാണ് നമുക്ക് ജെറണ്ട് എന്ന ഫോം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അല്ലേ. ജെറണ്ട് നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും, ഒരു വെർബ് പ്ലസ് ING. അതാണ് കാഴ്ചയിൽ ജെറണ്ട്. പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടിസിപ്പിൾ ഉണ്ട്, പ്രസന്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഞാനിവിടെ പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ്. അതായത് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കാണുമ്പോൾ ഒരു V3 വെർബായിട്ട് തോന്നും. അപ്പോൾ ഒരു V3. അപ്പോൾ ഈ വാക്കുകളൊക്കെ കാണുമ്പോൾ ഒരു വെർബിനെ പോലെ ഇരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരു വെർബിൻ്റെ ഫംഗ്ഷനാണ് ചെയ്യുന്നതെന്ന് പ്രതീക്ഷിക്കും. പക്ഷേ ഒരു സെൻറ്റൻസിൽ ഇവ വെർബിനെ പോലെയല്ല ആക്ട് ചെയ്യുന്നത്. കാണുമ്പോൾ മാത്രമേ വെർബിനെ പോലെയുള്ളൂ, പക്ഷേ പ്രവൃത്തിയിൽ വെർബിൻ്റെ ഗുണമൊന്നും ഇത് കാണിക്കുന്നില്ല. അങ്ങനെയുള്ള വാക്കുകളാണ് നോൺ ഫൈനൈറ്റ്. അപ്പോൾ നോൺ ഫൈനൈറ്റ് വെർബ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാവാം? ഇൻഫിനിറ്റീവ് ആകാം, ഇൻഫിനിറ്റീവിൽ ടു ഉള്ളതും ടു ഇല്ലാത്തതുകൊണ്ട്. ജെറണ്ട് ആകാം, ജെറണ്ട് എന്ന് പറഞ്ഞാൽ ING ചേർന്ന് വരുന്നതാണ്. പാർട്ടിസിപ്പിൾ ആകാം, അതായത് V3 ഫോം. ഓക്കെ, ഈ വാക്കുകൾ വെർബ് അല്ലാതെ വരുമ്പോൾ അവയാണ് നമ്മളിത് വിളിക്കാറ് നോൺ ഫൈനൈറ്റ്. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസിൽ ഒരു നോൺ ഫൈനൈറ്റ് വെർബ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നോൺ ഫൈനൈറ്റ് ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവാമല്ലോ. അതൊരു ഇൻഫിനിറ്റീവ് ആകാം, ജെറണ്ട് ആകാം, പാർട്ടിസിപ്പിൾ ആകാം. നമുക്ക് മുന്നോട്ട് പോവാം. തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കിക്കേ. ഒന്നാമത്തേത്, യു ഓൾറെഡി നോ ദാറ്റ് ഹി വിൽ ഫെയിൽ ടു കംപ്ലീറ്റ് ദ ടാസ്ക്. യു ഓൾറെഡി നോ,
യു ഓൾറെഡി നോ ദാറ്റ്. അപ്പോൾ ഈ നോ എന്നൊരു വെർബ് ഇവിടെ വന്നു. യു നോ ദാറ്റ്, യു ഓൾറെഡി നോ ദാറ്റ്, അതാണ് ഇവിടുത്തെ മെയിൻ വെർബ് അല്ലേ. അത് അവിടുത്തെ ഫൈനൈറ്റ് വെർബാ. ദാറ്റ് ഹി വിൽ ഫെയിൽ ടു കംപ്ലീറ്റ് എന്നൊരു വാക്ക് ഇവിടെ കിടപ്പുണ്ട്. ഫെയിൽ എന്നൊരു വെർബ് വീണ്ടും ഉണ്ട്. ടു കംപ്ലീറ്റ് എന്നത് ഇവിടുത്തെ എന്താണ്? അതൊരു ടു ഇൻഫിനിറ്റീവ് ആണ് അല്ലേ. ഇൻഫിനിറ്റീവിനകത്ത് നമ്മൾ പറഞ്ഞ ടു ഇൻഫിനിറ്റീവിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന വാക്കാണ് ടു കംപ്ലീറ്റ്. അടുത്ത ഐ ലൈക്ക് സ്വിമ്മിങ് എന്നുള്ള സെൻറ്റൻസ്. ഇവിടെ സ്വിമ്മിങ് എന്നുള്ളത് എന്താണ്? ഒരു ജെറണ്ടാണ്. ഇതൊരു വെർബായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്, ഇതൊരു ജെറണ്ടാണ്. അടുത്തത് ഐ ഹാവ് കംപ്ലീറ്റഡ് ദ ഗിവൺ ടാസ്ക്. ഇവിടെ ഗിവൺ എന്നുള്ളത് നമുക്കറിയാം, ഗീവ്, ഗേവ്, ഗിവൺ. ഗിവൺ എന്നുള്ളത് ഒരു V3 വെർബാണ്. പക്ഷേ ഇവിടെ എന്തായാണ് നിൽക്കുന്നത്? ഇതവിടെ ഒരു പാർട്ടിസിപ്പിൾ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഓർത്തേ, 3 കാര്യങ്ങൾ. നോൺ ഫൈനൈറ്റിനെ നമ്മൾ ഈ 3ആയിട്ട് തിരിക്കുകയാണ്. ഇവിടെ ഗിവൺ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഗിവൺ എന്നത് ഈ ഒരു വാക്കൊരു വെർബായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഈ V3 വെർബ് പലപ്പോഴും ഒരു സെൻറ്റൻസിൽ ഒരു പാർട്ടിസിപ്പിളായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നൽകുന്ന മീനിങ് പലപ്പോഴും അഡ്ജക്റ്റീവിൻ്റെയോ അഡ്വർബിൻ്റെയൊക്കെ മീനിങ് ആയിരിക്കും നൽകുന്നത്. ഒരു അഡ്ജക്റ്റീവ് ചെയ്യേണ്ട ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു അഡ്വർബ് ചെയ്യേണ്ട ഫംഗ്ഷനാണ് പലപ്പോഴും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കണ്ടാൽ വെർബിനെ പോലെ തോന്നും, എന്നാൽ ഇവയൊന്നും വെർബിൻ്റെ ഗുണങ്ങൾ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ ഫൈനൈറ്റ് എന്ന് വിളിച്ചു. നോൺ ഫൈനൈറ്റിനെ 3ആയി തിരിച്ചു. ഓക്കെ അല്ലേ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തേ. ആദ്യം നമ്മൾ പറഞ്ഞു ഫൈനൈറ്റ് എന്ന് നോൺ ഫൈനൈറ്റ് എന്ന് വെർബിനെ തിരിക്കാം. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഉണ്ട്, അതായത് സബ്ജക്റ്റ് എടുക്കുന്നുണ്ട്, അത് ടെൻസിനെ സൂചിപ്പിക്കുന്നുണ്ട്. നോൺ ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും നമ്മൾ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ നോൺ ഫൈനൈറ്റിനെ 3ആയി തിരിച്ചു. ഇൻഫിനിറ്റീവ് ആകാം, ജെറണ്ട് ആകാം, പാർട്ടിസിപ്പിൾ ആകാം. അതിൽ ഇൻഫിനിറ്റീവിലേക്ക് വന്നപ്പോൾ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഉള്ളതും ടു ഇല്ലാത്തതും ഉണ്ട്. ടു ഇൻഫിനിറ്റീവ്, ബെയർ ഇൻഫിനിറ്റീവ് എന്ന് നമ്മൾ പേരിട്ട് വിളിച്ചു. ജെറണ്ട് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ING ഫോം ഓഫ് ദ വെർബ്, അങ്ങനെയാണ് കാഴ്ചയിൽ. പക്ഷേ നൽകുന്ന മീനിങ് എപ്പോഴും എന്തിൻ്റെയാണ്? നൗണിൻ്റെയാണ്. ഐ ലൈക്ക് സ്വിമ്മിങ് അല്ല, ഇവിടെ ഐ ലൈക്ക് സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് എന്നുള്ളത് ഇവിടെ നീന്തുക എന്നൊരു പ്രോസസ്സിനെ അല്ല നമ്മൾ പറയുന്നത്. നീന്തൽ എന്ന് പറയുന്ന ഒരു പരിപാടിയെക്കുറിച്ചല്ല പറയുന്നത്, ഒരു ക്രിയയെക്കുറിച്ചും അല്ല പറയുന്നത്. എന്താണ് നീന്തൽ? അതൊരു നൗണായിട്ടാണ്. മനസ്സിലായോ? അതൊരു നൗണിൻ്റെ മീനിങ്ങാണ് നമുക്കവിടെ കിട്ടുന്നത്. ഓക്കെ, അടുത്തത് ഐ ഹാവ് കംപ്ലീറ്റഡ് ദി ഗിവൺ ടാസ്ക്. അവിടെ പാർട്ടിസിപ്പിളാണ്, ഗിവൺ എന്നുള്ളത് പാർട്ടിസിപ്പിളാണ്. അപ്പോൾ നമ്മൾ 3ആയിട്ട് നമ്മൾ ഈ 3 കാര്യങ്ങൾ തിരിച്ചു. അപ്പം ഫൈനൈറ്റ് വെർബും നോൺ ഫൈനൈറ്റ് വെർബും ഒരു സെൻറ്റൻസ് കാണുമ്പോൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റണം. ഇതുവരെ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അടുത്തത് ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഫൈനൈറ്റ് നോൺ ഫൈനൈറ്റ് പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതാണ്? ക്ലോസിനെ കുറിച്ചാണ്. എന്താണ് ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ? ക്ലോസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ പറയാം ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലേ, ഒരു കൂട്ടം വാക്കുകൾ. അപ്പോൾ നമുക്ക് പൂർണ്ണമായ അർത്ഥം തരുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ 2ആയിട്ട് നമ്മൾ തിരിക്കുകയാണ്. പ്രിൻസിപ്പൽ ക്ലോസ്, അതേപോലെ സബോർഡിനേറ്റ് ക്ലോസ്. പ്രിൻസിപ്പൽ ക്ലോസ് എന്നും സബോർഡിനേറ്റ് ക്ലോസ് എന്നും. അപ്പോൾ ഈ ക്ലോസ് എന്ന വാക്ക് ഇവിടെ വരേണ്ടതാണ് സബോർഡിനേറ്റ് ക്ലോസ്. പ്രിൻസിപ്പൽ ക്ലോസ് എന്നും സബോർഡിനേറ്റ് ക്ലോസ് എന്നും നമ്മൾ 2ആയിട്ട് തിരിച്ചു. ക്ലോസ് 2 തരത്തിൽ, പ്രിൻസിപ്പൽ ക്ലോസ്. അപ്പോൾ ചില സ്ഥലത്ത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ നോക്കി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രിൻസിപ്പൽ എന്ന വാക്ക് ചിലപ്പോൾ നിങ്ങൾ കണ്ടില്ല, ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് ഇങ്ങനെ മെയിൻ എന്ന വാക്കായിരിക്കും. മെയിൻ ക്ലോസ് എന്നായിരിക്കും. രണ്ടും ഒന്ന് തന്നെ. പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് രണ്ടും ഒന്ന് തന്നെ. മറ്റേതാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഒരു പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു ക്ലോസ് അതിന് പൂർണ്ണമായ അർത്ഥമുണ്ട്, കംപ്ലീറ്റ് മീനിങ്, അതിന് പൂർണ്ണമായ അർത്ഥമുണ്ട്. 2, അത് ഇൻഡിപെൻഡൻ്റ് ആണ്, അതിന് സ്വന്തമായിട്ടൊരു നിലനിൽപ്പുണ്ട്. പൂർണ്ണമായ അർത്ഥമുണ്ട്, അതിന് സ്വന്തമായി നിൽക്കാൻ പറ്റും. ഒരു പ്രിൻസിപ്പൽ ക്ലോസിനെ എടുത്ത് നമ്മൾ എവിടെ പ്ലേസ് ചെയ്താലും അതിന് അതിൻ്റേതായ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, ഒരു നിലനിൽപ്പുണ്ട്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. കംപ്ലീറ്റ് പൂർണ്ണമായ അർത്ഥമുണ്ട്, അത് ഇൻഡിപെൻഡൻ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് എക്സിസ്റ്റൻസ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണത്, അതെന്തിനേയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കുകയെ. വി മെറ്റ് എ മാൻ ഹു കുഡ് സ്പീക്ക് മെനി ലാംഗ്വേജസ്. ഈ സെൻറ്റൻസിലേക്ക് നോക്കിയാൽ ഇവിടെ വി മെറ്റ് എ മാൻ എന്നുള്ളത് അതാണ് ഒരു മെയിൻ ക്ലോസ് ആണ്, ഒരു മെയിൻ ക്ലോസ് ആണ്. ഈ ഭാഗം മാത്രം അടർത്തി എടുത്തിട്ട് നമ്മൾ വായിക്കുമ്പോഴും വി മെറ്റ് എ മാൻ, ഞങ്ങളൊരു മനുഷ്യനെ കണ്ടു അല്ലേ, ഞങ്ങളൊരു മനുഷ്യനെ കണ്ടു, അതിനൊരു മീനിങ് ഉണ്ട്, അതിനൊരു പൂർണ്ണമായ അർത്ഥമുണ്ട്, അതിന് അതിൻ്റേതായ ഒരു നിലനിൽപ്പുണ്ട്. ഓക്കെ, എന്നാൽ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിലേക്ക് വരികയാണ്. ഇത് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ കംപ്ലീറ്റ് മീനിങ് ഉണ്ടെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിൽ എന്താണ്? പൂർണ്ണമായ അർത്ഥമില്ല. സബോർഡിനേറ്റ് ക്ലോസ് അത് ഡിപ്പെൻഡൻ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് ഓപ്പോസിറ്റ്, അത് ഡിപ്പെൻഡൻ്റ് ആണ്. ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല. പിന്നെ എന്താണ്? അതൊരു മെയിൻ ക്ലോസിനോട് കൂടി നിൽക്കുമ്പോഴാണ് അതിനൊരു പൂർണ്ണത ഉണ്ടാകുന്നത്, അതിനൊരു അർത്ഥം ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അതെന്താണ്?
മെയിൻ ക്ലോസിനോട് കൂടി മറ്റൊരു ക്ലോസിനോട് കൂടി ചേർന്ന് മാത്രമേ അതിന് നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് അത് ഡിപ്പെൻഡൻ്റ് ആണ്, അത് ഇൻഡിപെൻഡൻ്റ് അല്ല, ഡിപ്പെൻഡൻ്റ് ആണ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകാം. എക്സാമ്പിൾ നോക്കിക്കേ. വി മെറ്റ് എ മാൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു അതൊരു മെയിൻ ക്ലോസ് ആണ്, വിട്ടേക്കാം, മെയിൻ ക്ലോസ് ആണ്. ഇനി ഹൂ കുഡ് സ്പീക്ക് മെനി ലാംഗ്വേജസ്, അതെന്താണ്? അത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. എന്നാൽ ഈ ഹൂ കുഡ് സ്പീക്ക് മെനി ലാംഗ്വേജസ് എന്നുള്ള ഈ ഭാഗം അടർത്തിയെടുത്ത് നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് വായിക്കാൻ നോക്കിയാൽ നമുക്കതൊരു പൂർണ്ണതയില്ല. അത് നമുക്ക് അതിൻ്റേതായ ഒരു നിലനിൽപ്പില്ല, നമുക്ക് പൂർണ്ണമായ ഒരു അർത്ഥം കിട്ടില്ല. ഈ ഹു കുഡ് സ്പീക്ക് മെനി ലാംഗ്വേജസ് ആ സബോർഡിനേറ്റ് ക്ലോസ് മറ്റൊരു മെയിൻ ക്ലോസിനോടൊപ്പം നിൽക്കുമ്പോൾ മാത്രമേ അതിലൊരു നിലനിൽപ്പുള്ളൂ. അതിനെ കൊണ്ട് എവിടെയും നമുക്ക് ഒറ്റയ്ക്ക് വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്, മെയിൻ ക്ലോസ് എന്താണ്? നമ്മുടെ ടൈപ്സ് ഓഫ് സെൻറ്റൻസിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒരു മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ് കണ്ടാൽ തിരിച്ചറിയാനായിട്ട് പറ്റണം. മെയിൻ ക്ലോസ് എന്താണ്, സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്? മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ട്, അതിന് ഒറ്റയ്ക്ക് നിൽക്കും. ഓക്കെ, അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കില്ല മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാണെന്നൊന്നുമില്ല, വാക്കുകളുടെ എണ്ണം കുറവ് ഒന്നുമില്ല. നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ചിലപ്പോൾ ഇവിടെ എഴുതിക്കുന്ന എക്സാമ്പിൾ നിങ്ങൾ നോക്കിയപ്പോൾ സബോർഡിനേറ്റ് ക്ലോസിന് ഇച്ചിരി നീളം കൂടുതലും മെയിൻ ക്ലോസ് ചെറുതുമായതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. മെയിൻ ക്ലോസ് അപ്പോൾ ചെറുതാണ് അല്ലെങ്കിൽ അവിടെ വാക്കുകൾ കുറവാണ്, ഒരിക്കലും ഇല്ല, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഇനി എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് നമുക്ക് പഠിക്കാം. എന്തൊക്കെ പഠിച്ചു? ആദ്യം നമ്മൾ ഫൈനൈറ്റ്, നോൺ ഫൈനൈറ്റ്, അതിലെ 3 കാര്യങ്ങൾ. ഇവിടെ നമ്മൾ വന്നപ്പോഴേക്കും ക്ലോസിലെ മെയിൻ പ്രിൻസിപ്പൽ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ് മുന്നോട്ട് പോവുകയാണ്. ഇത്രയും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച നമ്മുടെ സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ്, അതിലെ ആദ്യത്തേത് സിമ്പിൾ സെൻറ്റൻസ്. ഒരു സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഡെഫിനിഷൻ പ്രകാരം എ സിമ്പിൾ സെൻറ്റൻസ് മസ്റ്റ് ഹാവ് എ സിംഗിൾ ക്ലോസ്. ഒറ്റ ക്ലോസേ ഉണ്ടാവാൻ പാടുള്ളൂ, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. അതായത് ഇത്രയും വിചാരിച്ചേ, ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ അതിൽ ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ, ഒറ്റ മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ, ഒറ്റ പ്രിൻസിപ്പൽ ക്ലോസ് മാത്രമേ ഉള്ളൂ. ആ സെൻറ്റൻസ് ആണ് സിമ്പിൾ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് നമുക്ക് തരുമ്പോൾ അത് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അതിൽ ഒറ്റ മെയിൻ ക്ലോസേ ഉള്ളൂ, അതൊറ്റ പ്രിൻസിപ്പൽ ക്ലോസ് മാത്രമേ ഉള്ളൂ, അത് സിമ്പിൾ സെൻറ്റൻസ് ആണ്. എക്സാമ്പിൾ, ഐ ഓൾവേസ് വാണ്ടഡ് ടു ബിക്കം എ റൈറ്റർ, ഐ ഓൾവേസ് വാണ്ടഡ് ടു ബിക്കം എ റൈറ്റർ. ഇവിടെ എന്ന് പറയുമ്പോൾ ഒറ്റ ഫൈനൈറ്റ് വെർബല്ലേ ഇവിടെ ഉള്ളൂ, ഒറ്റ ഫൈനൈറ്റ് വെർബല്ലേ ഉള്ളൂ, അത്രയും വിചാരിച്ചാൽ മതി. ഒരു മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് വെർബേ അവിടെ നമുക്കുള്ളൂ. സോ സിമ്പിൾ സെൻറ്റൻസ്. ഷീ ഓപ്പൺ ദി ഡോർ, ഷീ ഓപ്പൺ ദി ഡോർ എന്താണ്? സിമ്പിൾ സെൻറ്റൻസ്. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് ഒറ്റ മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളെങ്കിൽ സിമ്പിൾ സെൻറ്റൻസ്. ഓർക്കാലോ. ഇനി അടുത്തതിലേക്ക് പോകാം. 2 കോമ്പൗണ്ട് സെൻറ്റൻസ്. കോമ്പൗണ്ട് എന്ന വാക്ക് കേൾക്കുമ്പോൾ അറിയാം, കോമ്പൗണ്ട് ചെയ്യാണ്, കൂട്ടിച്ചേർക്കുകയാണ്. എന്താണ്? എ കോമ്പൗണ്ട് സെൻറ്റൻസ് മസ്റ്റ് ഹാവ് മോർ ദാൻ 1 ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് വിത്ത് നോ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഇത്രയേ ഉള്ളൂ. ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ 2 അതിലധികമോ മെയിൻ ക്ലോസുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ ക്ലോസ് 2 അതിലധികമോ 2 or more മെയിൻ ക്ലോസസ്, മെയിൻ ക്ലോസുകൾ മാത്രം. 2 അതിലധികമോ 2 or more മെയിൻ ക്ലോസസ്, 2 അതിലധികമോ മെയിൻ ക്ലോസുകൾ മാത്രം കൂട്ടിച്ചേർത്ത് നമ്മളൊരു സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സെൻറ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് വിളിക്കാം. കിട്ടിയോ? 2 അതിലധികമോ മെയിൻ ക്ലോസുകൾ മാത്രമേ ഉള്ളൂ, അവിടെ സബോർഡിനേറ്റ് ക്ലോസ് ഇല്ല. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഐ ഓൾവേസ് വാണ്ടഡ് ടു ബിക്കം എ റൈറ്റർ ആൻഡ് ഷീ വാണ്ടഡ് ടു ബിക്കം എ ഡോക്ടർ. ഇവിടെ 2 ഉണ്ട്. ഐ ഓൾവേസ് വാണ്ടഡ് ടു ബിക്കം എ റൈറ്റർ, അതൊരു മെയിൻ ക്ലോസ് ആണ്. ഷീ വാണ്ടഡ് ടു ബിക്കം എ ഡോക്ടർ, അത് മറ്റൊരു മെയിൻ ക്ലോസ് ആണ്. അവയെ ഞാൻ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്തു. അങ്ങനെ ഈ ആദ്യത്തെ ക്ലോസ്, രണ്ടാമത്തെ ക്ലോസ്, 2 മെയിൻ ക്ലോസുകൾ അതെന്തായി മാറി? അതൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആയി മാറി. ഹി ഡിഡ്ന്റ് വാണ്ട് ടു ഗോ ടു ദ ഡെന്റിസ്റ്റ്, ഹി ഡിഡ്ന്റ് വാണ്ട് ടു ഗോ ടു ദ ഡെന്റിസ്റ്റ് യെറ്റ് ഹി വെന്റ് എനിവേ, യെറ്റ് ഹി വെന്റ് എനിവേ. ഹി ഡിഡ്ന്റ് വാണ്ട് ടു ഗോ ടു ദ ഡെന്റിസ്റ്റ്. അവന് ഡെന്റിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അവൻ ആഗ്രഹിച്ചിരുന്നില്ല, എന്നാലും അവൻ പോയി. അതാണല്ലോ സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ഭാഗം അതൊരു മെയിൻ ക്ലോസ് ആണ്. ഓക്കെ, രണ്ടാമത്തേത് മറ്റൊരു മെയിൻ ക്ലോസ് ആണ്. അങ്ങനെ ഈ 2 മെയിൻ ക്ലോസുകളെ തമ്മിൽ ചേർത്തു. ഇവിടെ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യെറ്റാണ്. അപ്പോൾ അത് എന്തായി മാറി? കോമ്പൗണ്ട് സെൻറ്റൻസ് ആയി മാറി. ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് പരീക്ഷയ്ക്കൊരു ചോദ്യം വരുമ്പോൾ ഇതിൽ നിന്നുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസ് അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു സെൻറ്റൻസ് തന്നിട്ട് നമ്മളോട് ചോദിക്കും അത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണോ, കോംപ്ലക്സ് സെൻറ്റൻസ് ആണോ, അല്ലെങ്കിൽ കോമ്പൗണ്ട് കോംപ്ലക്സ് ആണോ. അതല്ലെങ്കിൽ ചോദിക്കും താഴെ തന്നിരിക്കുന്നതിൽ കോമ്പൗണ്ട് സെൻറ്റൻസ് അല്ലാത്തത് ഏതാണ്, കോമ്പൗണ്ട് സെൻറ്റൻസ് ഉദാഹരണം ഏതാണ്. ഇങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോൾ സെൻറ്റൻസ് തിരിച്ചറിയാനായിട്ട് പറ്റുക എന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. കോമ്പൗണ്ട് സെൻറ്റൻസ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്ത് ഇതുപോലെ കണക്റ്റിംഗ് വേർഡായിട്ട് നിൽക്കുന്ന കൺജങ്ഷനെ കുറിച്ചാണ് പറയുന്നത്, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഇവിടെ നമ്മൾ ഈ രണ്ട് ക്ലോസുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന കൺജങ്ഷനുകളുണ്ട്. ആ കൺജങ്ഷൻസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, അവയെക്കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാം അത് ഇന്ന ടൈപ്പ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ ഫാൻ ബോയ്സ് എന്നുള്ള കോഡ് പലപ്പോഴും നമ്മൾ കൺജങ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കാണാറുള്ളതാണ്. ഫാൻ ബോയ്സ് ഈ ഒരു കോഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എന്താണ്? എഫ് എന്നുള്ളത് 4 ആണ്, എ എന്നുള്ളത് ആൻഡ് ആണ്, എൻ നോറാണ്, ബി ബട്ടാണ്, ഓറാണ്, യെറ്റാണ്, വൈ എസ് സോയാണ്. ഇത് പഠിച്ചേ. എഫ് 4 ആണ്, എ ആൻഡ്, എൻ നോറ്, ബി ബട്ടാണ്, ഓ ഓറ്, വൈ യെറ്റ്, എസ് സോ. അതാണ് ഈ ഫാൻ ബോയ്സ്. ഫാൻ ബോയ്സ് എന്നത് കോഡ്. ഈ ഒരു കോഡ് അങ്ങ് ഓർത്തിരുന്നേ, ഫാൻ ബോയ്സ്. ഈ കോഡ് അറിയാമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് കണ്ടു, ഇതിലെ ഒരു 2 ക്ലോസുകൾ ഇവിടെ കാണുന്നുണ്ട്. കണക്റ്റിംഗ് വേർഡായിട്ട് നിൽക്കുന്നത് 4 ആൻഡ്, നോറ്, ബട്ട്, ഓറ്, യെറ്റ്, സോ. ഇങ്ങനെയുള്ള വാക്കുകൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള വാക്കുകൾ ആ സെൻറ്റൻസിൽ നമ്മൾ കണ്ടു, അപ്പോൾ നമുക്ക് ചിന്തിക്കാം എന്താണ് ഒരു സാധ്യത, എന്താണത്? കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ കൺജങ്ഷൻസ് കോമ്പൗണ്ട് സെൻറ്റൻസുകളിലാണ് കാണുന്നത്. സെൻറ്റൻസ് കാണുമ്പോൾ ഈ കൺജങ്ഷൻസ് ഉണ്ടെങ്കിൽ, ഈ ഫാൻ ബോയ്സ് അവിടെ ഉണ്ടെങ്കിൽ, ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം അതെന്താണ്? കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഫാൻ ബോയ്സ് എന്ന ഈ കോഡ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് ഓർക്കുമല്ലോ. ഇനി ആ കാര്യങ്ങൾ മറക്കരുത്. അപ്പോൾ 2 കാര്യങ്ങൾ, സിമ്പിൾ സെൻറ്റൻസ് പഠിച്ചു, കോമ്പൗണ്ട് സെൻറ്റൻസ് പഠിച്ചു. സിമ്പിൾ സെൻറ്റൻസിൽ ഒറ്റ മെയിൻ ക്ലോസ്. കോമ്പൗണ്ടിലേക്ക് വന്നപ്പോൾ 2ഓ അതിലധികമോ മെയിൻ ക്ലോസുകൾ ഈ പറയുന്ന കൺജങ്ഷൻസിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് ഒരു സെൻറ്റൻസ് ആക്കി നമ്മൾ വെച്ചു. അതാണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. ഇനി 2 ഉണ്ട്, പെട്ടെന്ന് നമുക്ക് നോക്കാം. അടുത്തത് കോംപ്ലക്സ്. കോംപ്ലക്സ് പേര് തന്നെ കേൾക്കുമ്പോൾ അറിയാം, മൊത്തത്തിലൊരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരിക്കും അല്ലേ. കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് മോർ ദാൻ വൺ ക്ലോസ് ബട്ട് എന്താണ് വൺ ഓഫ് ദ മസ്റ്റ് ബി ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഓക്കെ, അതായത് ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും, ഒരു മെയിൻ ക്ലോസ് ഒരു സബോർഡിനേറ്റ് ക്ലോസ്, മിനിമം ഒരു മെയിൻ ക്ലോസും ഒന്ന് സബോർഡിനേറ്റ് ക്ലോസ് മിനിമം ഒരെണ്ണമെങ്കിലും, ഒരു മെയിൻ ക്ലോസ് നിർബന്ധമായിട്ടും വേണം. പിന്നെ സബോർഡിനേറ്റ് എന്താണ്? ഒരെണ്ണമെങ്കിലും, ഒന്നിലധികമാവാം, പ്രശ്നമില്ല. വൺ മെയിൻ ക്ലോസ് നമുക്ക് തൽക്കാലം ഇങ്ങനെ അങ്ങ് എഴുതിയാലോ, ഓർക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങ് എഴുതട്ടെ. വൺ മെയിൻ ക്ലോസ് എം സി എന്നിട്ട് മെയിൻ ക്ലോസ് പ്ലസ് വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസ്. മനസ്സിലായോ? വൺ മെയിൻ ക്ലോസ് പ്ലസ് വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിക്കുകയാണ്, മിനിമം ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസ് മിനിമം 1, അതിലധികമായാലും പ്രശ്നമില്ല. അങ്ങനെ നമ്മളൊരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്താൽ അതാണ് ഏത്? കോംപ്ലക്സ് സെൻറ്റൻസ്. അപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസ് ആകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു മെയിൻ ക്ലോസ് നിർബന്ധമാണ്, ഒരു സബോർഡിനേറ്റ് ക്ലോസ് എങ്കിലും വേണം. ആ സബോർഡിനേറ്റ് ക്ലോസ് ഒന്നിൽ കൂടുതലായാലും പ്രശ്നമില്ല. നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കിക്കേ. I know that you always wanted to be a writer. I know മെയിൻ ക്ലോസ് ആണ്. that you always wanted to be a writer. ഓക്കെ, അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ദാറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കോംപ്ലക്സ് സെൻറ്റൻസ്. ഇനി കോംപ്ലക്സ് സെൻറ്റൻസ് ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും, എന്നാൽ പല ആളുകൾക്കും ഏറിയ ഭാഗം അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ രീതിയിൽ തിരിച്ചറിയാനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഓർത്ത് യാതൊരു ടെൻഷനും ആവേണ്ട കാര്യമില്ല. നമുക്കതിലെ ഈ കോംപ്ലക്സ് സെൻറ്റൻസുകളിൽ വരാറുള്ള കൺജങ്ഷൻസ് ഏതാണ്? ഇവിടെ നമ്മൾ ദാറ്റ് എന്ന വാക്ക് നോട്ട് ചെയ്തു, അതുപോലെ മറ്റു വാക്കുകൾ ഏതൊക്കെയാണ് അതൊന്ന് ഓർത്തിരുന്നാൽ ഈ വാക്കുകൾ നോക്കി നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന കൺജങ്ഷൻസ് ഏതൊക്കെയാണ് നോക്കാം. ഏതാണ് ഈ കാണുന്ന കൺജങ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ സെൻറ്റൻസിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ ചിന്തിക്കാം അത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഏതാണ്? ഓൾദോ എന്ന വാക്ക്, ദോ, ഓൾദോ, ഈവൻ ദോ, വൈൽ, വേറാസ്, ബിക്കോസ്, സിൻസ്, ആസ്, വെൻ, ആസ് സൂൺ ആസ്, വൺസ്, അൻറ്റിൽ, ആഫ്റ്റർ, ബിഫോർ, സോ ദാറ്റ്, ഈഫ്, അൺലെസ്, വെയർ, ഹൂ, ഹൂസ്, വിച്ച്, ദാറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ. അതുപോലെ വെദർ, ഹൗ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഈ കൺജങ്ഷൻസ് ഒക്കെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു സെൻറ്റൻസിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഓക്കെ, ഈ ഒരു സെൻറ്റൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു. ദ ക്ലൗഡ്സ് മൂവ് അൺടിൽ എന്ന വാക്ക് ഞാനങ്ങ് മാർക്ക് ചെയ്തു. നോക്കിക്കേ, അൺടിൽ എന്ന വാക്ക് ഇവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടോ? അൺടിൽ എന്ന വാക്ക് ഇതേ കിട്ടി, അൺടിൽ അല്ലേ, അൺടിൽ എന്ന വാക്ക്. അതുപോലെ പൊല്യൂഷൻ ലെവൽസ് വിൽ റൈസ് ഇഫ് എമിഷൻസ് ആർ നോട്ട് കൺട്രോൾഡ്
ഇവിടെ ഇഫ് ആണ് നമ്മുടെ കണക്റ്റിംഗ് വേർഡ്, നോക്കി ഇഫ് എന്ന വാക്ക്. അപ്പോൾ ഇതുപോലെ ഒരു സെൻറ്റൻസ് കണ്ടിട്ട് ആ സെൻറ്റൻസിലെ കൺജങ്ഷൻ ഏതാണെന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ വാക്കുകൾ പഠിച്ചു വയ്ക്കുക. ഈ വാക്കുകളിൽ ഏതെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ധൈര്യമായിട്ട് പറയാം അതെന്താണ്, അത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. അപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസ് തിരിച്ചറിയാനായിട്ട് ഈ കൺജങ്ഷൻസ് ഓർത്ത് വയ്ക്കുക. കോംപ്ലക്സ് സെൻറ്റൻസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ കൺജങ്ഷൻസ് ഓർത്ത് പഠിക്കുക. ക്ലിയർ ആണോ? കോമ്പൗണ്ട് സെൻറ്റൻസിനകത്ത് കുറേ കൺജങ്ഷൻ പറഞ്ഞു, കോംപ്ലക്സ് വന്നപ്പോൾ കുറച്ച് വാക്കുകൾ ഇവിടെയും പറഞ്ഞു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അത് ഫാൻ ബോയ്സ് എന്നങ്ങ് പറഞ്ഞു ഓർത്തിരിക്കുക. ഈ വാക്കുകൾ നിങ്ങൾ പ്രത്യേകം അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ വാക്കുകൾ നിങ്ങൾ മാറ്റി പഠിക്കുക. ഇനി ഒരെണ്ണോടല്ലേ നമുക്ക് പഠിക്കാനുള്ളൂ. അവസാനത്തേത് കോമ്പൗണ്ട് കോംപ്ലക്സ്. നോക്കാം നമുക്ക്. കോമ്പൗണ്ട് കോംപ്ലക്സ് എന്താണ്? കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ കിടപ്പുണ്ട്, കോമ്പൗണ്ടുമാണ് കോംപ്ലക്സുമാണ്, അല്ലേ? പേര് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കോമ്പൗണ്ടുമാണ് കോംപ്ലക്സുമാണ്. ഒരു സെൻറ്റൻസ് അത് കോമ്പൗണ്ട് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, കോമ്പൗണ്ട് ആകണമെന്നുണ്ടെങ്കിൽ ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ത് വേണം? രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസ് വേണം. ടു ഓർ മോർ മെയിൻ ക്ലോസസ്, അല്ലേ? മെയിൻ ക്ലോസസ്, ടു ഓർ മോർ മെയിൻ ക്ലോസസ് എന്നാലേ കോമ്പൗണ്ട് ആകും. ഈ സെൻറ്റൻസിൻ്റെ പേര് തന്നെ എന്താണ്? കോമ്പൗണ്ട് കോംപ്ലക്സ്. ഇനി കോംപ്ലക്സ് ആകണമെങ്കിൽ എന്താ വേണ്ടത്? ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസ്. വൺ ഓർ മോർ സബോർഡിനേറ്റ്, അല്ലേ? അപ്പോൾ നോക്കിക്കേ, രണ്ടോ അതിലധികം മെയിൻ ക്ലോസ്, ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസ്. അപ്പോൾ മിനിമം എന്താണ്? 2 മെയിൻ ക്ലോസ് വേണം. കോമ്പൗണ്ട് കോംപ്ലക്സിൽ മിനിമം 2 മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസ് എങ്കിലും ഉണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് കോംപ്ലക്സ് ആണ്. മിനിമം 2 മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസ് എങ്കിലും വേണം. ഓക്കെ, ഇനി ഇത് എളുപ്പം കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ചതനുസരിച്ച് ഇപ്പം നമ്മുടെ കയ്യിൽ കോമ്പൗണ്ട് സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന കുറച്ച് കൺജങ്ഷൻസ് ഉണ്ട്, കോംപ്ലക്സ് സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന കുറച്ച് കൺജങ്ഷൻസ് ഉണ്ട്. അത് തിരിച്ച് വേണം, അത് സെപ്പറേറ്റ് നമുക്കറിയണം. കോമ്പൗണ്ടിൽ ഇന്നതിനതാണ്, കോംപ്ലക്സിൽ ഇന്നതിനതാണ്. ഇനി ഒരു സെൻറ്റൻസ് തരുമ്പോൾ ഈ 2 ഫാമിലിയിലെയും ഈ 2 കാറ്റഗറിയിലെയും ഓരോന്നെങ്കിലും നമുക്ക് ആ സെൻറ്റൻസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, 2-ലെ ഓരോന്ന് വെച്ച് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ധൈര്യമായിട്ട് പറയാം എന്താണ്? കോമ്പൗണ്ട് കോംപ്ലക്സ് ആണ്. ഐ നോ ദാറ്റ് യു ഓൾവേസ് വാണ്ടഡ് ടു ബിക്കം എ റൈറ്റർ ബട്ട് ഐ ഓൾവേസ് വാണ്ടഡ് ടു ബിക്കം എ ഡോക്ടർ. നമ്മൾ സെൻറ്റൻസ് വായിച്ചു, കൺജങ്ഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. ഐ നോ ദാറ്റ് എന്നത് ഞാൻ എവിടെയോ പഠിച്ചിട്ടുള്ളതായിട്ട് എൻ്റെ ഓർമ്മയിൽ വന്നു. യു ഓൾവേസ് വാണ്ടഡ് ടു ബിക്കം എ റൈറ്റർ. ബട്ട് എന്നത് ഞാൻ എവിടെയോ പഠിച്ചിട്ടുണ്ട്, അതും ഞാൻ മാർക്ക് ചെയ്തു. ഓൾവേസ് വാണ്ടഡ് ടു ബിക്കം എ ഡോക്ടർ. ഇനി ദാറ്റ് എവിടെയാണ്? ദാറ്റ് കോംപ്ലക്സിൽ കാണുന്നതാണ്, അല്ലേ? ഈ ഫാൻ ബോയ്സിൻ്റെ ബോയ് അല്ലേ എടോ ബട്ട്, ഫാൻ ബോയ്സിൻ്റെ ബി ബട്ട് അല്ലേ, അവിടെയാണ്. അത് കോമ്പൗണ്ടിൽ കാണുന്നതാണ്. അപ്പോൾ ഒരു കോംപ്ലക്സിലെയും ഒരു കോമ്പൗണ്ടിലെയും ഓരോന്ന് നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കോംപ്ലക്സിലെ ഒന്ന്, കോമ്പൗണ്ടിലെ ഒന്ന്, അതേതാണ്? കോമ്പൗണ്ട് കോംപ്ലക്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്ന ടൈപ്പാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ 4 ടൈപ്പ് സെൻറ്റൻസുകൾ ഇത്രയുമേ ഉള്ളൂ. സിമ്പിൾ സെൻറ്റൻസിൽ ഒരു മെയിൻ ക്ലോസ്, കോമ്പൗണ്ടിൽ 2 അതിലധികമോ മെയിൻ ക്ലോസ്, അവിടെ നമ്മുടെ കൺജങ്ഷൻസ് ഫാൻ ബോയ്സ്. കോംപ്ലക്സിലേക്ക് വരുമ്പോൾ എന്താണ്? കോംപ്ലക്സിലേക്ക് വരുമ്പോഴേക്കും ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും കൂടെ കൂട്ടി യോജിപ്പിച്ചു സെൻറ്റൻസ് ആക്കി മാറ്റി കോംപ്ലക്സ്. അവിടെയും നമ്മൾ കുറേ കൺജങ്ഷൻസ് പഠിച്ചു. കോമ്പൗണ്ട് കോംപ്ലക്സിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ കോമ്പൗണ്ടിലെ ഒന്ന്, കോംപ്ലക്സിലെ ഒന്ന്, ഇത് 2-ലെയും ഓരോ കൺജങ്ഷനും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2-ലെ ഓരോന്നെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, കോമ്പൗണ്ട് കോംപ്ലക്സ് ആണ്, നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോമ്പൗണ്ട് കോംപ്ലക്സ് എന്ന് പറയുന്ന ഭാഗം. ഈ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, ഈ ഒരു കാര്യം ഒരുപാട് നമുക്ക് വിശദീകരിക്കാനായിട്ടൊന്നും നമ്മൾ നിൽക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഈ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇത് കാണുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിലെ കൂടുതൽ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ടാവും. അത് ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം നമുക്കിതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ അവിടെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് തരുന്നതായിരിക്കും. ഓരോ ടോപ്പിക്കും അങ്ങനെ ഭംഗിയായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.